നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ, നിങ്ങൾ വെക്റ്റർ എന്താണെന്നും ഫംഗ്ഷൻ എന്താണെന്നുള്ളതും നിങ്ങൾ +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. വെക്റ്റർ എന്താണെന്നുള്ളതും അതേപോലെ തന്നെ ഫംഗ്ഷൻ എന്താണെന്നുള്ളതും. നമ്മൾ ജസ്റ്റ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പറയാണ്. അതായത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി, വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി equal to f of t, g of t, h of t. ഓക്കെ, ഇങ്ങനെ 3 ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ആർ ഓഫ് ടി ഈക്വൽ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി ആണെങ്കിൽ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ, ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതിനെ പറഞ്ഞ പേരാണ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി. ഈ സിമ്പൽ ജസ്റ്റ് ബ്രാക്കറ്റിന്റെ സിമ്പൽ ആണ്. അതായത് ഈ ബ്രാക്കറ്റിന്റെ സിമ്പലാണ് ഈ സിമ്പൽ. നിങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ ഇതെല്ലാം ഫോളോ ചെയ്യണത്, ഇതാണ് ഫോളോ ചെയ്യണത്. അതുകൊണ്ട് മാത്രമേ ഇങ്ങനെ സിമ്പൽ കിട്ടുന്നുള്ളൂ. അതായത് എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി ആണെങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. ഈ ഡെഫിനിഷനെ പറഞ്ഞ പേരാണ് എന്ത്? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി, ഒന്നാമത്തെ എക്സാമ്പിൾ ആണ്. ഇപ്പോൾ 2 sin t, 2 cos t, 3 tan t, ഇങ്ങനെ. അപ്പോൾ ഇതെങ്ങനെ ഡിഫൈൻ ചെയ്യാം? 2 sin t i പ്ലസ് 2 cos t j പ്ലസ് 3 tan t k. അതായത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞ പേരാണ് എന്ത്? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. അടുത്തൊരു എക്സാമ്പിൾ ഉണ്ട്. ആർ ഓഫ് ടി ഈക്വൽ ടു 2 cos t, 2 sin t t. അതായത് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 2 cos t i പ്ലസ് 2 sin t j പ്ലസ് ടി കെ. ഇതിന് പറഞ്ഞ പേരാണ് സർക്കുലർ ഹെലിക്സ്. സർക്കുലർ ഹെലിക്സ്. ഈ എക്സാമ്പിൾ പറഞ്ഞ പേരാണ് സർക്കുലർ ഹെലിക്സ് എന്നുള്ളത്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ സിമ്പിൾ ഡിഫൈൻ, ഇങ്ങനെ ഓർഡർ ട്രിപ്ലെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞ പേരാണ് എന്ത്? വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഇനി വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ ടി ക്യൂബ്. എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ പ്ലസ് ടി ക്യൂബ് കെ. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയി ആയിരിക്കണം. അതായത് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി, ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലിമിറ്റ് ഓഫ് ദി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണെന്നുള്ളതാണ്. എന്താണ് ലിമിറ്റ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി? ഓക്കെ, അതായത് നമുക്ക് ആർ ഓഫ് ടി അറിയാം. ആർ ഓഫ് ടി എന്താ? ആർ ഓഫ് ടി എന്ന് പറയുകയാണെങ്കിൽ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി, ജി ഓഫ് ടി, എച്ച് ഓഫ് ടി. ഇതെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തത്? എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ എന്നാണ് ഡിഫൈൻ ചെയ്തത്. നമ്മൾ ലിമിറ്റ് ഓഫ് ദി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ ആർ ഓഫ് ടി എന്താണെന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു എ, ആർ ഓഫ് ടിന്റെ വാല്യൂ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ടി എയിലേക്ക് പോകുമ്പോൾ ആർ ഓഫ് ടിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ലിമിറ്റ് ഓഫ് ദി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ. അതായത് ടി എയിലേക്ക് പോകുമ്പോൾ ആർ ഓഫ് ടി എങ്ങോട്ടാണ് പോകുന്നതാണ് ക്വസ്റ്റ്യൻ.
അപ്പൊ നമുക്ക് ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആരാ? ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടി ഐ പ്ലസ് ജി ഓഫ് ടി ജെ പ്ലസ് എച്ച് ഓഫ് ടി കെ ആണ്. അപ്പൊ ജസ്റ്റ് ഈ ആർ ഓഫ് ടിന്റെ ഫ്രണ്ടിലായിട്ട് ആരാണുള്ളത്? ലിമിറ്റ് ടി ടെൻസ് ടു എ ആണ്. നമ്മൾ ഇവിടെ ടി ടെൻസ് ടു എ കൊടുക്കുക. അതായത് ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി ഈക്വൽ ടു, അപ്പൊ ഇവിടെയും ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ടി ടെൻസ് ടു എ എഫ് ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻസ് ടു എ ജി ഓഫ് ടി കോമ ലിമിറ്റ് ടി ടെൻസ് ടു എ എച്ച് ഓഫ് ടി ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് ടി ടെൻസ് ടു എ എഫ് ഓഫ് ടി ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എ ജി ഓഫ് ടി ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എ എച്ച് ഓഫ് ടി കെ. ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്ന പറഞ്ഞ പേരാണ് ലിമിറ്റ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് ടി എയിലേക്ക് പോകുമ്പോൾ ആർ ഓഫ് ടി എങ്ങോട്ടാണോ പോകുന്നത് ആ വാല്യൂവിനെ പറഞ്ഞ പേരാണ് എന്ത്? ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ആർ ഓഫ് ടി. ക്ലിയർ ആണ്? അതായത് ലിമിറ്റ് ടി ടെൻസ് ടു എ ആർ ഓഫ് ടി ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു എ എഫ് ഓഫ് ടി ഐ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എ ജി ഓഫ് ടി ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു എ എച്ച് ഓഫ് ടി കെ. ഒരു എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ, അതായത് ഒന്നാമത്തെ എക്സാമ്പിൾ, ഇഫ് ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ മൈനസ് ടു ടി ജെ പ്ലസ് ടി കെ ആണ്. ഓക്കെ, ഫൈൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു 1 ആർ ഓഫ് ടി. ഫൈൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു 1 ആർ ഓഫ് ടിന്റെ വാല്യൂ എന്താണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ജസ്റ്റ് നമുക്ക് ആർ ഓഫ് ടി എന്താണെന്ന് അറിയാം. ആൻസർ ആർ ഓഫ് ടി ഈക്വൽ ടു ആരാണ്? ടി ഐ പ്ലസ് ടി ഐ മൈനസ് ടു ടി ജെ പ്ലസ് ടി കെ. ഇതിന്റെ ഫ്രണ്ടിൽ ആരാണ്? ലിമിറ്റ് ടി ടെൻസ് ടു 1 ആണ്. അപ്പോൾ ലിമിറ്റ് ടി ടെൻസ് ടു 1 ആർ ഓഫ് ടി ഈക്വൽ ടു, നമുക്ക് ഇവിടെ ലിമിറ്റ് ഇടാം. ലിമിറ്റ് ടി ടെൻസ് ടു 1 ടി ഐ മൈനസ് ലിമിറ്റ് ടി ടെൻസ് ടു 1 2 ടി ഐ ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു 1 ടി കെ. ടി ടെൻസ് ടു 1 പോണത്. അപ്പൊ ടീന്റെ വാല്യൂകളൊക്കെ എന്ത് ചെയ്യുക? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ ഐ ഇവിടെ വന്നത് 1 ഐ ആയിരുന്നു. ഐ മൈനസ് ഇവിടെ 1 കൊടുത്താൽ 2 വരും, 2j പ്ലസ് ഇവിടെ 1 കൊടുത്താൽ 1k. അപ്പോൾ ഈ ആർ ഓഫ് ടിന്റെ ലിമിറ്റും വാല്യൂ ആണ് ആര്? 1i മൈനസ് 2j പ്ലസ് k. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ, രണ്ടാമത്തത് ആർ ഓഫ് ടി ഈക്വൽ ടു സൈൻ 2t i പ്ലസ് 2 മൈനസ് ടി ജെ പ്ലസ് ടി കെ ആണ്. ഫൈൻഡ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി. എന്താണ് ക്വസ്റ്റ്യൻ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ലിമിറ്റ് ആൻസർ ആണ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ആർ ഓഫ് ടി ഈക്വൽ ടു ടി ലിമിറ്റ് ടി ടെൻസ് ടു 0 സൈൻ 2t i പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 2 മൈനസ് ടി ജെ പ്ലസ് ലിമിറ്റ് ടി ടെൻസ് ടു 0 ടി കെ. ടി കാണുന്നതൊക്കെ എന്ത് ചെയ്യുക? 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? സൈൻ 0i പ്ലസ് 2 മൈനസ് 0j പ്ലസ് 0k. അതായത് സൈൻ 0i പ്ലസ് 2j പ്ലസ് 0k. ഓക്കെ, ഇതാണ് എന്ത്? ലിമിറ്റ് ഓഫ് ദി വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. നമ്മൾ നെക്സ്റ്റ് ഡിഫൈൻ ചെയ്യണ പ്രോപ്പർട്ടീസ് ഓഫ് ലിമിറ്റ് ഓഫ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. അതായത് പ്രോപ്പർട്ടീസ് ആണ് ലിമിറ്റ് ടി ടെൻസ് ടു എ
R1 of t ന്റെ വാല്യൂ ഒരു L1 ആണ്, ഒരു L1 ആണ്. ആൻഡ് ലിമിറ്റ് t ടെൻസ് ടു a R2 of t ന്റെ വാല്യൂ ഒരു L2 ആണ്. then ഒന്നാമത്തെ പ്രോപ്പർട്ടി ലിമിറ്റ് t ടെൻസ് ടു a c R1 of t equal to c into limit t tends to a R1 of t, that's equal to c into ഇതിന്റെ ആൻസർ എന്താ L1 is equal to L1. Okay, next property limit t tends to a R1 of t plus R2 of t, limit t tends to a R1 of t plus R2 of t equal to limit t tends to a R1 of t plus limit t tends to a R2 of t, that's equal to the answer L1 plus the answer L2. മൂന്നാമത്തേത് ലിമിറ്റ് t tends to a R1 of t into R2 of t, that's equal to limit t tends to a R1 of t into limit t tends to a R2 of t, that's equal to L1 into L2. കാരണം ഇതിന്റെ ആൻസർ L1 ആണ്, ഇതിന്റെ ആൻസർ എന്താ L2 ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ആണ് എന്തുള്ളത്, ലിമിറ്റിന്റെ പ്രോപ്പർട്ടീസ് മൂന്നെണ്ണമാണ്. അതായത് CR1, സി എന്ന് പറയുമ്പോൾ സി ഇസ് എ കോൺസ്റ്റന്റ് കേട്ടോ, സി എന്താണ് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ രണ്ടാമത്തത് R1 പ്ലസ് R2 ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ L1 പ്ലസ് L2 കൂട്ടിയാലാണ്. ഇതേപോലെ ഡിഫറൻസ് ഉണ്ടാവും, മൈനസ് ആണെങ്കിൽ ഇതിനെന്താ നെഗറ്റീവ്, അതായത് L1 മൈനസ് L2. മൂന്നാമത്തത് ലിമിറ്റ് t ടെൻസ് ടു a R1 ഇൻറ്റു R2 എന്താണ് L1 ഇൻറ്റു L2. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഈ പ്രോപ്പർട്ടി വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് R1 of t equal to 2 sin t I plus 3 cos t j plus tk and R2 of t equal to t cube plus 1 I plus t square plus 1 j plus 2k. ഓക്കെ, ഒന്നാമത്തത് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എ ക്വസ്റ്റ്യൻ ലിമിറ്റ് t ടെൻസ് ടു 0 3 R1 of t. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ബി ക്വസ്റ്റ്യൻ ലിമിറ്റ് t ടെൻസ് ടു 0 R1 of t plus R2 of t. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ സി ക്വസ്റ്റ്യൻ ലിമിറ്റ് t ടെൻസ് ടു 0 R1 of t ഇൻറ്റു R2 of t എന്താണെന്നുള്ളതാണ് വാല്യൂ. ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണുള്ളത്, പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ആൻസർ നോക്കുക. ആൻസർ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ലിമിറ്റ് t ടെൻസ് ടു 0 R1 of t കാണും. അതായത് ലിമിറ്റ് t ടെൻസ് ടു 0 R1 of t ഈക്വൽ ടു ലിമിറ്റ് t ടെൻസ് ടു 0. നമുക്ക് R1 എന്ന് പറഞ്ഞ ആളായ R1 എന്ന് പറഞ്ഞത് 2 sin t, അതായത് 2 sin t I പ്ലസ് ഇനി ഇവിടെ ലിമിറ്റ് കൊടുക്കുക, ലിമിറ്റ് t ടെൻസ് ടു 0 3 cos t j. രണ്ടാമത്തേന് ലിമിറ്റ് കൊടുക്കുക. മൂന്നാമത്തേനും ലിമിറ്റ് t ടെൻസ് ടു 0 t k. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു ആൻസർ എന്താ 2 into sin 0 0 0 I പ്ലസ് ഇതിന്റെ ആൻസർ എന്താ 3 into 0 3 into 0 3 into 1 3 3j പ്ലസ് ഇതിന്റെ ആൻസർ ടിക്ക് 0 കൊടുത്താൽ 0k. ഇതാണ് നമ്മുടെ എന്ത് L1. ഒന്നാമത്തെ L1 ആരാണ് 0I പ്ലസ്
3j പ്ലസ് 0k. ഇതാണ് നമ്മളെ L1. അതേപോലെ തന്നെ രണ്ടാമത്തത് ലിമിറ്റ് t ടെൻസ് ടു 0 R2 ഓഫ് t ആണ്. R2 ഓഫ് t ഈക്വൽ ടു എന്ത് വരും? ലിമിറ്റ് t ടെൻസ് ടു 0 t ക്യൂബ് പ്ലസ് 1 I പ്ലസ് t സ്ക്വയർ പ്ലസ് 1 j പ്ലസ് 2 രണ്ടാമത്തെ നോക്കുക. ലിമിറ്റ് t ടെൻസ് ടു 0 R2 ഓഫ് t ഈക്വൽ ടു ലിമിറ്റ് t ടെൻസ് ടു 0 t ക്യൂബ് പ്ലസ് 1 I പ്ലസ് ലിമിറ്റ് t ടെൻസ് ടു 0 t സ്ക്വയർ പ്ലസ് 1 j പ്ലസ് ലിമിറ്റ് t ടെൻസ് ടു 0 2k. ദാറ്റ്സ് ഈക്വൽ ടു ഇതിന്റെ ആൻസർ 0 കൊടുത്താൽ 0 പ്ലസ് 1 I പ്ലസ് ഇതിന്റെ ആൻസർ 0 കൊടുത്താൽ 1j പ്ലസ് ഇതിന്റെ ആൻസർ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 കൊടുക്കാനില്ല, കാരണം t ഇവിടെ ഇല്ല, t നോട്ട് ഇൻക്ലൂഡിംഗ് ദിസ് ഫംഗ്ഷൻ, സോ 2k. ഇതാണ് നമ്മൾ എന്ത് L2. ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടി പ്രകാരം നമുക്ക് എന്താ പറയുക? ഒന്നാമത്തെ ആൻസർ എന്റെ ആൻസർ എന്താണ്? ലിമിറ്റ് t ടെൻസ് ടു 0 3R1 ഓഫ് t എന്ന് പറഞ്ഞാൽ എന്താണ്? 3 into L1. L1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? L1 0I പ്ലസ് 3j പ്ലസ് 0k. ഇതാണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ബിന്റെ ആൻസർ ലിമിറ്റ് t ടെൻസ് ടു 0 R1 ഓഫ് t പ്ലസ് R2 ഓഫ് t. അതിന്റെ ആൻസർ എന്താ? നമുക്കറിയാം പ്രോപ്പർട്ടി പ്രകാരം ലിമിറ്റ് t ടെൻസ് ടു 0 R1 ഓഫ് t പ്ലസ് R2 ഓഫ് t എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? L1 പ്ലസ് L2 ആണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലെ? ഇവിടെ L1ന്റെ ആൻസർ 0I പ്ലസ് 3j പ്ലസ് 0k ആണ്, പ്ലസ് L2ന്റെ ആൻസർ 1I പ്ലസ് 1j പ്ലസ് 2k ആണ്. നമുക്കറിയാം വെക്ടർ ആഡ് ചെയ്യാൻ പ്ലസ് 2 പഠിച്ചതാണ്. ഫസ്റ്റ് ആളും കൂട്ടുക, അപ്പൊ എന്ത് വരും? 0 പ്ലസ് 1 0 അല്ല 0 പ്ലസ് 1 1I പ്ലസ് 4j പ്ലസ് 2k. ഇതാണ് രണ്ടാമത്തെ ആൻസർ. മൂന്നാമത്തെ ആൻസർ ലിമിറ്റ് t ടെൻസ് 0 R1 into R2 into R2ന്റെ ആൻസർ എന്താ? നമുക്കറിയാം പ്രോപ്പർട്ടി പ്രകാരം L1 into L2 എന്ന് പറയുന്നത് ആരാണ്? 0I പ്ലസ് 3j പ്ലസ് 0k into 1I പ്ലസ് 1j പ്ലസ് 2k. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലം.